ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ പല വീഡിയോസിൻ്റെയും താഴെ കമൻ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഗാക്ടാൾ ചലഞ്ച് ചെയ്യോ ചോദിച്ചിട്ട്. അപ്പോൾ ഇതുവരെ നമുക്ക് അതിന് പറ്റിയിട്ടുള്ളൊരു സാഹചര്യം ആയിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാനും ഇവിടെ ഉണ്ടാവും, പക്ഷെ നമുക്ക് വീഡിയോ എടുത്തിടാൻ ആരും ഉണ്ടാവില്ല കേട്ടോ. 3 ആൾ വേണമല്ലോ. അപ്പം അങ്ങനെ അതാണ് നമ്മൾ ഇതുവരെ ചലഞ്ചിങ് വീഡിയോസ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോ എടുത്തരാം. നമ്മളെ ക്യാമറക്ക് പിന്നിൽ മോളുണ്ട് കേട്ടോ. അപ്പോൾ ഓള് വന്നതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാന്ന് കരുതിട്ടോ. അപ്പോൾ ഞാൻ സ്കൂളിട്ട് വന്ന് അങ്ങനെ വീഡിയോക്ക് മുന്നിലേക്ക് വന്നിട്ട് കേട്ടോ. പിന്നൊന്നും സ്കൂൾക്ക് പോയിട്ടില്ല. അപ്പോൾ ഓള് ഇവിടെ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പം ക്ഷീണമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓളും വീഡിയോയിൽ നിന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഗാക്ടാൾ ചലഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ടി വരില്ല. എന്നാലും നമ്മളെ വീഡിയോസ് ആദ്യമൊക്കെ ആയിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ അവർക്കൊന്നും പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇത് ഞാനിവിടെ ഒരു ഷോളാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഷാളാണ് കേട്ടോ വേണ്ടത്. ഈ ഒരു ഷാള് നമ്മൾ വായ ഇങ്ങനെ മൂടി കെട്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വേർഡ് പറയുക. ആ വേർഡ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആള് ഗസ് ചെയ്ത് പറയണം നമ്മൾ ഇതാണ് പറഞ്ഞിട്ടുള്ളത് എന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ചലഞ്ച്. അപ്പൊ നമുക്ക് ചലഞ്ചിലേക്ക് കടക്കാം. 3 പ്രാവശ്യം 3 പ്രാവശ്യം ആകുമ്പോ ആൾക്കാർക്ക് ബോറടിച്ചു. ഓരോ പോയിന്റ് വെച്ചിട്ട് അതിൽ ജയിച്ചിന് ആൾക്ക് ഒരു സമ്മാനുണ്ട്. മാനടുത്തൊരു പെണ്ണുണ്ട്. ആ പെണ്ണ് ഇല്ല വെറുതെ ഞാൻ നിൽക്കൂല. ഇച്ചെന്തെങ്കിലും വേണം. എനിക്ക് ഞാൻ തരാം. പെണ്ണല്ലാത്ത വേറെ എന്ത് ഞാൻ തരാം. മുട്ടയ്യാണ്ട പെണ്ണ് തരും. പെണ്ണ് തൊട്ടില്ല കളിയില്ല. ഓളും ചെറുത്തില്ല നല്ല പെണ്ണുകളൊക്കെ കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഒരാള് പറയേണ്ടത് 3 വേർഡാണ് കേട്ടോ. അപ്പൊ ആ ഒരു 3 വേർഡിന് എത്ര ചാൻസ് ചോദിച്ചാലും 3 ചാൻസ് ആണ്. 5 ഇല്ല. 3 ചാൻസ്. അത് നമ്മൾ ആലോചിച്ച് പറയാം. ഇയാള് എന്താ എങ്ങനെ തരുന്നത് അതിനനുസരിച്ച് ഞാൻ അങ്ങോട്ട് തരുന്നത്. ഇമ്മ സിമ്പിൾ ആക്കി തന്നാ ഞാൻ സിമ്പിൾ ആക്കി ആയിക്കോട്ടെ. പിന്നെ ഞാൻ ഇങ്ങനെ തൊള്ളട്ടടിച്ചാലും ഇവര് പറയും മിന്നുവിന് ജാടയാണ്. പിന്നെ എന്റെ സ്വഭാവം അപ്പൊ ഞാനാണ് കേട്ടോ ആദ്യം കിട്ടണത്. അതിന് ഇനി തർക്കൊന്നും വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞിട്ടാണ് കിട്ടുന്നത്. ഇതേട്ടാ കെട്ടണ രീതിയിലാ ആദ്യത്തെ പൂക്കളല്ലേ? ഞാൻ പേര് പറഞ്ഞിട്ടില്ലല്ലോ അതിന്. അത് വെച്ചൂല. ഫ്ലവർ അല്ലേ? ആ പറയാം. ജാസ്മിൻ. യെസ്. അത് പറ്റൂല. എന്താ സാധനം ഇത്? പച്ചക്കറി. പച്ചക്കറി. എനിക്ക് ഇതില്ലല്ലോ. മനസ്സിലായോ? ഇല്ല കേട്ടോ. ചെറുതായി മനസ്സിലായി പറയണ്ട. ഫസ്റ്റത്തെ വേർഡ് മനസ്സിലായി. അയച്ചു മനസ്സിലായി. ഫസ്റ്റത്തെ മനസ്സിലായ ഫുള്ള് മനസ്സിലാവും. ഫസ്റ്റത്തെ എന്താ? അവച്ച കിട്ടണ്ടേ? പച്ച. ബാക്കി പറയാം. മനസ്സിലാണ്. ഒന്നും വേറെ പറയാ. മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. അല്ല ഏകദേശം ഒക്കെ കിട്ടി. പക്ഷെ അതാണോന്ന് ഉറപ്പില്ല. പച്ചയാണ്. പച്ചയാണ്. പച്ച എന്താണ്? മുളക്. പച്ചമുളക്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇനി. 2 എണ്ണമായി. ലാസ്റ്റ് 2 പോയിന്റ്. ഓ മൈ ഗോഡ്. കാലം മുറിയിക്കുന്നു.
അതെന്ത് സാധനം പേരാണ് ആയത് പറയാൻ പേരാണോ മനുഷ്യന്മാരുടെ പേരാണോ എനിക്ക് മനസ്സിലായി. എന്താ ഞാൻ പറഞ്ഞില്ല. ലെറ്റർ എന്താ പറഞ്ഞില്ല. അതവിടെ പറയാ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവണ്ടേ ഞാൻ ഫസ്റ്റ് ഇത് പറഞ്ഞു കൊടുക്കുമ്പോളേ. എന്ത് നമ്മുടെ പരിയിലുള്ളവരെ പേരാണോ ഇച്ചറിയോ ഇച്ചറിയോ എന്ത് എപ്പോഴും പറയലുണ്ട് ഒന്നുകൂടെ പറയാം അതൊന്നും പറയില്ല പറ ഇല്ല ഈ മാർക്കിയ കളിയിൽ പറയാ ഞാൻ പറയലുണ്ടോ പേര് എന്റെ ഫ്രണ്ടാ പിന്നെങ്ങനെ ഞാൻ പറയണു എന്റെ ഫ്രണ്ടല്ലേ പിന്നെ എങ്ങനെയാണ് പേര് പറയണു ഗേളാണോ ബോയാണോ ഗേൾ പറയേ പറയേ മനസ്സിലായില്ല ഒന്നും പെട്ടെന്ന് ഇച്ചെങ്ങനെ അറിയണു ഉമ്മച്ചിന്റെ ലാസ്റ്റ് കുട്ടിയാ ഉമ്മച്ചിന്റെ അറിയില്ല എന്റെ അറിയില്ല പിന്നെ എങ്ങനെ കളിച്ചലുണ്ട് പറയലുണ്ട് എന്ത് പറയല് ആരെ പറ്റി സാധനത്തിനെ കുറിച്ചോ ആളെ കുറിച്ചോ ഇതേമാതിരി ഞാൻ പറയാൻ പാടേ എനിക്ക് മനസ്സിലാവണില്ല എഴുതിട്ട്. എനിക്ക് മനസ്സിലായോ ഞാനാദ്യം ഫൈഹാന്ന് എഴുതി. എന്തിമ്മ പറയണ ഞാൻ നേരത്തെ പറഞ്ഞ പേരാണോ നേരത്തെ എന്തേ പറഞ്ഞു അത് കൂട്ടാൻ പറ്റില്ല പക്ഷെ അതെന്തോ പറ്റില്ല പറയാൻ മിന്നിയോ മനസ്സിലായി തൊട്ടതാണ് മാറിപ്പോയി വരല് ആ പറഞ്ഞ ഞാൻ ഫൈഹാന്ന് വിചാരിച്ചു പക്ഷെ അതല്ലല്ലേ. അല്ലല്ലോ പിന്നെ എന്തിട്ടാണ് അതേമാതിരി തോന്നണത് അതിന്റെ ഇത് ഒന്നുകൂടെ പറയേ ഇങ്ങനെ പറയില്ലേ മനുഷ്യന്മാര് പറയണ നേരെ അങ്ങനല്ല അങ്ങനെ നേരെ അങ്ങനെ പറയല്ലേ എന്നൊക്കെ പറഞ്ഞതേ നേരെ നമ്മൾ പേര് അറിയില്ലേ മൊസ്തിന അങ്ങനെ പറയും സ്പീഡ് പറയാൻ ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ തോറ്റു. പേര് ഇതിപ്പോ നേരെ എന്ത് പറ്റൂലട്ടോ ഇതൊക്കെ പേരും വെച്ച് മാറ്റി മനസ്സിലാണില്ലേ അതൊക്കെ മനസ്സിലാവണുണ്ട് പറയണു ഒന്നും പറയാം യൂട്യൂബിലില്ല ആരില്ല യൂട്യൂബിലുണ്ട് ഞാൻ അതിനെ പറ്റി പറഞ്ഞോ ഓനെ പറ്റി പറഞ്ഞോ അല്ല
എത്ര മിനിറ്റായി? എത്ര 8:12 8 മിനിറ്റ്. കിട്ടല്ലേ? അത് തോറ്റ കൊടുത്തതാ. തോറ്റോ? തോറ്റിട്ടില്ല. ഇച്ച് കിട്ടൂല. ഇച്ച് കിട്ടാതെ പിന്നെ എന്തിനാ പറയണോ? ഇച്ചറിയുടെ പേരാണ്. എന്നിട്ട് എന്താ കിട്ടാത്തു? ഓളെ ക്ലാസ്സിലില്ല അറിയില്ലോ. അപ്പൊ എന്റെ ഫ്രണ്ട് ഒന്നും അല്ല. പിന്നെ എങ്ങനെ ചൈന അറിയണു? യൂട്യൂബിലാണ്. ഇച്ചറിയാം. അത് നമ്മളാരുമല്ലല്ലോ. പിന്നെ എങ്ങനെ ചൈന അറിയണോ? നല്ലോണം അറിയാം. അത് പാര. എന്റെ ഫ്രണ്ട് അല്ല. ഓളികളിലും വയസ്സ് കൂടുതലുണ്ട്. എന്റെ കാലം വയസ്സ് കൂടുതലുണ്ട്. വൃദ്ധൊന്നല്ല. പിന്നെ ഒന്നുകൂടി പറ. ഇച്ചിഷ്ടാണോ? മനസ്സിലായി. ഇച്ചിപ്പോ മനസ്സിലായി. ഇതെന്ത് പറഞ്ഞ? ഇത്രയും പറഞ്ഞോന്നോ അതിന്റെ പേര്? ഒന്നും പറയാ. മനസ്സിലായി. ചീട്ടി. ഞാൻ അതിനെ പറ്റി പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ തോറ്റോ? കുറച്ച് വെള്ളം കുടിച്ചിട്ട് മതി. ഹണി റോസ് അതാരായിന്? ഞാനേ കുഞ്ഞോൾ താത്ത എഴുതി ഫസീലാന്ന് പറച്ചിലുണ്ട്. നെക്സ്റ്റ് അപ്പൊ ഇതില് മിന്നുന് 2 പോയിന്റ് കേട്ടോ. ഓള് പറയണ ടച്ച് ഒന്നും കിട്ടൂല കേട്ടോ. അത് ചുറപ്പാണ്. ഓള് തോറ്റെടുക്കൂല. ഓള് ഞാൻ ഇത്ര ഈസി ഇല്ല. ഓള് പറയുന്ന സംഭവങ്ങളെ ഞാൻ പറഞ്ഞത്. പച്ചമുളക്, പിന്നെ ഇപ്പൊ എന്താ പറഞ്ഞേ? ജാസ്മിന്, ഹണി റോസ്, ഇതൊക്കെ ഓൾക്ക് അറിയുന്ന സംഭവമാണ് കേട്ടെ. മിന്നു പറ. പറയേ. പൂവാണ്. റെഫ്ലേഷ്യ ആണോ? അടുപ്പത്തേക്ക് പോകുന്ന ചൊറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഓള് ചൊറപ്പാണ്. ഓള് ഇന്നാളെ ഒരു ദിവസം എന്നോട് റെഫ്ലേഷ്യ പറഞ്ഞിട്ട് ഞാൻ കുറച്ചൊന്നും അടങ്ങാറിയിട്ടു. എന്നാലും പിന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല ജയിച്ചു. അടുത്തത് നല്ലത് തരട്ടോ. പറയേ. പറയേ. സിനിമ തോറ്റു. പറയ അങ്ങോട്ട് ഓക്കെ പറയേ. എന്ത്? ഒന്നുകൂടി വന്ന ഇതേ ഫൂന്നേ ഓള് പറയുന്നുള്ളൂ. ഞാൻ നല്ല ഇതില് പറഞ്ഞു കൊടുക്കണില്ലേ? എന്തെങ്ങനെ പറയാത്ത? മലയാളാണോ? ഒന്നുകൂടി പറഞ്ഞ. പുതിയതാണോ? മലയാളം. ഒന്നുകൂടി പറഞ്ഞ. നരനോ?
ഇപ്പൊ ഇറങ്ങിയതാ? എനിക്കറിയാം. നിങ്ങൾ രണ്ടാളും കണ്ടുകൂടി, ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയില്ല. ഞങ്ങൾ രണ്ടാളും കണ്ടിട്ടില്ലേ? നമ്മളാ പറഞ്ഞിരുന്നതാ. പക്ഷെ ഇപ്പൊ കിട്ടണില്ല. എനിക്കറിയില്ല. അറിയില്ല. ഫിനിക്സ്. ഇച്ച് തോന്നി അതാണ് ഇച്ച് പറയണേ. ഈ അടുത്തത് ഉമ്മാക്ക് ചാടാം. ഞാൻ സിനിമ ഇനി അപ്പം അടുത്ത് കാണില്ലല്ലോ. സിനിമാ പേര് പറഞ്ഞ പഴയതാണെങ്കിൽ ഓക്കെ, പുതിയത് പറഞ്ഞ ഞാൻ തോൽക്കുന്ന എനിക്ക് ഉറപ്പാണ്. ആ പറ നെക്സ്റ്റ്. ഇന്ന് സ്കൂളിൽ പോവാത്ത കാരണോ? ഇന്ന് ഇജ്ജ് അബ്ബാന്റെ ഫോണിന്ന് കണ്ട അതൊരു മൂവിയാണ് കണ്ടിക്കണത്. പക്ഷെ എന്റെ പേര് പറയാൻ എനിക്കറിയില്ല. ഞാൻ പറയാ എന്തോ ഒരു കഫേയാണ്. എനിക്ക് മനസ്സിലായി. ഒന്നും കൂടി. ഗേൾ എനിക്കറിയില്ല. തോറ്റു. ഇതേമാതിരി വേണം. ആൻസർ അറിയില്ലെങ്കിൽ പിന്നെ ഇമ്മ കടിച്ചു തൂങ്ങാൻ നിൽക്കത്. ഇതാ കാട്ടല്. പെട്ടെന്ന് തോറ്റെടുക്കാൻ പറ്റില്ല. ഗ്രീൻ കട്ടി. അപ്പൊ ഓക്കെ കേട്ടോ. ഓള് സിനിമ പേരുമ്പോ പിടിച്ചു ഉറപ്പായി ഞാൻ പോകുന്നുള്ളത്. കാരണം എന്താ വെച്ചാ ഞാൻ സിനിമ കാണലില്ല. ഇപ്പൊ വേർഡ് മാറ്റി മാറ്റി പറയണ ഒരു ഇതിന്റെ തന്നെ പറയണം. ഓളിപ്പോ 2 സിനിമ പേര് പറഞ്ഞു. ഞാൻ ഒരു വെജിറ്റബിളും ഒരു എന്താ ഫ്ലവറും ഒരു നെയ്മ കൊടുത്തത്. ഓള് ഒന്നൊരു ഫ്ലവർ വന്നു, ബാക്കി 2 സിനിമ പേരും വന്നു. പക്ഷെ അത് 2 എനിക്കറിയില്ല. അതുകൊണ്ട് ഈ ഗെയിമിൽ ഓളാണ് വിജയിച്ചത്. എന്താ പറയാനൊരു ഒരു ഇതുമില്ല. ഞാൻ അനക്കാണ് പറയാ അങ്ങനത്തത്. തോറ്റ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാന്നല്ല. അല്ലെങ്കിൽ പോലെ കരുതും ചാട. ഒരു മനസ്സ് അത് വേണം. അതെനിക്ക് തീരെ ഇല്ല. എന്ത് ചെയ്യാം. എന്തായാലും കുത്തുമ്പോ 4 കാലം കുത്തിട്ടേ കുത്തുള്ളൂ. 2 4 കാലം കുത്തിട്ടേ കുത്തുള്ളൂ. അപ്പൊ ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതെന്താ പറഞ്ഞത് ആൾക്ക് കത്തിയിട്ടില്ല.